ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. കാസർഗോഡ് നഗരസഭയിൽ കോടികളുടെ അഴിമതി എന്ന ആരോപണത്തെ തുടർന്ന് വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. നാടും നഗരവും നവരാത്രി ആഘോഷ ലഹരിയിലാണ്. ഇതുൾപ്പെടെ നിരവധി വാർത്തകളാണ് ഇന്നിടം പിടിച്ചിരിക്കുന്നത്. നമുക്കെല്ലാ വാർത്തകളും വിശദമായി നോക്കാം. അതിനു മുമ്പ് ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് നഗരസഭയിൽ കോടികളുടെ അഴിമതി എന്ന പരാതി. നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ മറവിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചതിലാണ് അഴിമതി ആരോപണം. കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. ചട്ടഞ്ചാലിൽ വൻ മയക്കുമരുന്ന് വേട്ട. ഡോക്ടർ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. ബേക്കൽ ഡിവൈഎസ്പിയുടെ ഡാൻസർ സ്ക്വാഡും മേൽപ്പറമ്പ് പോലീസും ചേർന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത്. കേരളം വ്യാവസായിക സൗഹൃദ സംസ്ഥാനമെന്ന നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ കരിന്തളം തലയെടുക്കത്ത് KCCPL പെട്രോൾ പമ്പ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. 2000-ഓളം LED ബൾബുകൾ നിർമ്മിച്ച് കാസർഗോഡ് പെർഡാല ഗവൺമെന്റ് ഹൈസ്കൂൾ. ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ 9 വാട്ട്സിന്റെ ബൾബുകളാണ് കുട്ടികൾ നിർമ്മിക്കുന്നത്. കൊറഗ ഉന്നതിയിലെ വീടുകളിൽ കുട്ടികൾ സൗജന്യ ബൾബ് വിതരണം നടത്തി. KSRTC കാഞ്ഞങ്ങാട് ഡിപ്പോ വികസനത്തിന്റെ പാതയിൽ. ബാംഗ്ലൂർ സർവീസും പത്തനംതിട്ട സർവീസും പുതുതായി ആരംഭിച്ചു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 2-ന് കാഞ്ഞങ്ങാട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. ഭക്തിയുടെ നിറവിൽ വെള്ളിക്കുന്നത്ത് ഭഗവതിക്കാവിൽ സർവൈശ്വര്യ വിളക്ക് പൂജ. ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെയും നവരാത്രി ആഘോഷത്തിന്റെയും ഭാഗമായാണ് വിളക്ക് പൂജ ഒരുക്കിയത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നഗരസഭയിൽ കോടികളുടെ അഴിമതി എന്ന് പരാതി. നഗര സൗന്ദര്യവത്കരണ പദ്ധതിയുടെ മറവിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചതിലാണ് അഴിമതി ആരോപണം. കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. പാങ്ങുള്ള ബജാർ, ചേലുള്ള ബജാർ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് നഗരത്തിൽ ഫ്ലെക്സ്, ലൈറ്റ് ബോർഡുകൾ സ്ഥാപിച്ചത്. വെളിച്ച വിപ്ലവം, പുൽത്തകിടിയും ചെടികളും വെച്ചുള്ള ഡിവൈഡർ നിർമ്മാണം എന്നിവയാണ് പ്രധാനമായും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ പള്ളം ട്രാഫിക് സർക്കിൾ വരെയാണ് ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് കാസർഗോഡ് നടപ്പാക്കിയത്. എന്നാൽ ഇതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ആരോപണം. നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഭാര്യയുടെ ബിനാമി സ്ഥാപനമാണ് ഗ്രാഫോൺ എന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം. നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലായി 70-ലധികം സ്ഥലങ്ങളിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനാണ് കരാർ. 1 വർഷത്തേക്ക് നഗരസഭയ്ക്ക് 1,14,000 രൂപയും അതിന്റെ GSTയും മാത്രമാണ് ഗ്രാഫോൺ നൽകേണ്ടത്. എന്നാൽ കരാറിന്റെ കാലാവധി 15 വർഷമാണെന്നും അതേസമയം ഓരോ സ്ഥലത്തും പരസ്യം സ്ഥാപിക്കുന്നതിന് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രതിമാസം ലക്ഷങ്ങൾ വീതം ഈടാക്കുന്നതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. 15 വർഷത്തിനിടെ കുറഞ്ഞത് 30 കോടി രൂപയെങ്കിലും നഗരസഭയ്ക്ക് വരുമാനമായി ലഭിക്കേണ്ട സാഹചര്യം വളരെ ചെറിയ തുകയ്ക്ക് സ്വകാര്യ ഏജൻസിക്ക് വിട്ടുകൊടുത്തുവെന്നും ആരോപണമുണ്ട്. കോടിക്കണക്കിന് വരുമാന നഷ്ടമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. നഗരസഭയ്ക്ക് പ്രധാനമായിട്ടും പരസ്യത്തിൻ്റെ വരുമാനം ഒരു പ്രധാന വരുമാനമാണല്ലോ. അത് മറ്റുള്ള വ്യക്തികൾ നഗരസഭയുടെ പേരിൽ അടിച്ചു മാറ്റുന്നതാണ് എന്നുള്ളത് പറയാൻ സാധിക്കും. ഈ തരത്തിൽ അവർക്ക് അതിനുവേണ്ടിയുള്ള അനുമതിയാണ് നൽകിയിട്ടുള്ളത്. ഈ പരസ്യത്തിൻ്റെ തുക അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ചെയർമാൻ മുൻകൂർ അനുമതി നൽകിയതാണ്. മുൻകൂർ അനുമതിയുടെ കാര്യങ്ങൾ അതിന് സാധൂകരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൗൺസിൽ യോഗത്തിൽ വന്നപ്പോൾ അത് വലിയ ചർച്ചയായിരുന്നു. അവിടെ ബഹളമുണ്ടായിരുന്നു. അവിടെ ചെയർമാൻ ഉൾപ്പെടെ ഇതിൽ കക്ഷിയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചിരുന്നു. ഇപ്പോൾ വിജിലൻസിലൊക്കെ പരാതി പോയപ്പോഴും കൂടുതൽ വിഷയങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇത് നഗരസഭയുടെ പേരിൽ നഗരസഭയ്ക്ക് കിട്ടേണ്ട വരുമാനം അടിച്ചു മാറ്റാൻ വേണ്ടി 3-4 വ്യക്തികൾ, മുനിസിപ്പാലിറ്റിയുടെ ഉദ്യോഗസ്ഥനടക്കമുള്ള വ്യക്തികൾ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വരും ദിവസങ്ങളിൽ ഈ തീരുമാനം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എഴുത്ത് നൽകാൻ നഗരസഭയിലെ BJP കൗൺസിലർമാർ തയ്യാറാകുന്നുണ്ട്. പഴയ പ്രസ് ക്ലബ് ജംഗ്ഷനിലെ 40 ലക്ഷം രൂപയുടെ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കാനുള്ള കരാറും ഇതേ കമ്പനിക്ക് ലഭിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു. തെളിവുകൾ സഹിതമുള്ള പരാതിയെ തുടർന്ന് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. അതേസമയം വൈദ്യുതി ചാർജ് അടക്കം നഗരസഭയ്ക്ക് 1 രൂപ പോലും ചെലവില്ലാത്ത പദ്ധതിയിൽ അഴിമതിയില്ലെന്നും അന്വേഷണം നടക്കട്ടെ എന്നുമാണ് നഗരസഭാ ഭരണസമിതിയുടെ പക്ഷം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ചട്ടഞ്ചാലിൽ വൻ മയക്കുമരുന്ന് വേട്ട. ഡോക്ടർ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. ബേക്കൽ ഡിവൈഎസ്പിയുടെ ഡാൻസ് ഓഫ് സ്ക്വാഡും മേൽപ്പറമ്പ് പോലീസും ചേർന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത്. ചട്ടഞ്ചാലിൽ കാറിൽ കടത്തുകയായിരുന്ന മയക്കുമരുന്നുമായി ഡോക്ടർ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. ചട്ടഞ്ചാൽ നിസാമുദ്ദീൻ നഗർ കുറക്കുന്നമൊട്ടയിലെ PM അഹമ്മദ് കബീർ രാത്രി തന്നെ അറസ്റ്റിലായിരുന്നുവെങ്കിലും കൂടെയുണ്ടായിരുന്ന കാസർകോട്ടെ ദന്ത ഡോക്ടർ കരിവെള്ളൂർ സ്വദേശി മുഹമ്മദ് സുനീർ ഇന്നലെ വൈകിട്ടാണ് അറസ്റ്റിലായത്. സ്വിഫ്റ്റ് കാറിൽ കടത്തുകയായിരുന്ന 3.28 MDMAയും 10.65 ഗ്രാം കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു. ബേക്കൽ ഡിവൈഎസ്പിയുടെ ഡാൻസ് ഓഫ് സ്ക്വാഡും മേൽപ്പറമ്പ് പോലീസും കൂടിയാണ് മയക്കുമരുന്ന് പിടികൂടിയത്. നിർത്താതെ പോയ കാറിനെ പിന്തുടർന്ന് പിടിക്കുകയായിരുന്നു. മേൽപ്പറമ്പ് ഇൻസ്പെക്ടർ AN സുരേഷ് കുമാർ, ബേക്കൽ സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ സീനിയർ സിവിൽ ഓഫീസർ സുഭാഷ്, സജി സുഭാഷ് ചന്ദ്രൻ, ഡ്രൈവർ സിവിൽ ഓഫീസർ സജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. രക്ഷപ്പെട്ട പ്രതിക്കായുള്ള അന്വേഷണത്തിനിടയിൽ 4 മൈൽ വെച്ചുണ്ടായ അപകടത്തിൽ ഇതേ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥൻ KK സജീഷ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളം വ്യാവസായിക സൗഹൃദ സംസ്ഥാനമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. കരിന്തളം തലയെടുക്കത്ത് KCCPL പെട്രോൾ പമ്പ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. കേരളം വ്യാവസായിക സൗഹൃദ സംസ്ഥാനമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. കേരള സർക്കാരിന്റെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ KCCPL വൈവിധ്യവൽക്കരണ പദ്ധതികളുടെ ഭാഗമായി കരിന്തളം തലയെടുക്കത്ത് ആരംഭിച്ച പെട്രോൾ പമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ വ്യാവസായിക രംഗത്ത് മാതൃകാപരമായ വളർച്ചയാണ് കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഉണ്ടായത്. ഗ്രാമീണ തലം മുതൽ വ്യാവസായിക സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടുതൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ഇന്റേൺഷിപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അതിന്റെ ഉദാഹരണമാണ് കരിന്തളത്ത് ആരംഭിച്ച പെട്രോൾ പമ്പെന്നും അദ്ദേഹം പറഞ്ഞു. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം അടക്കമുള്ള പ്രവർത്തനങ്ങളിലൂടെ എല്ലാവരെയും ചേർത്തു നിർത്താൻ സ്ഥാപനത്തിന് കഴിഞ്ഞു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടച്ചാക്ഷേപിച്ചുകൊണ്ട്, ഒരു നാടിനടച്ചാക്ഷേപിച്ചുകൊണ്ട് ഇവിടെയൊന്നും പറ്റില്ല എന്ന രീതിയിലേക്കുള്ള പ്രചരണം ഉണ്ടാവുന്നത് തെറ്റാണ്. ഇത്രയധികം വ്യാവസായിക സൗഹൃദമായ ഒരു സംസ്ഥാനം വേറെ ഇവിടെ ഇല്ല. അത് കേരളമാണ്. നിരവധി വ്യവസായങ്ങൾ ഇപ്പൊ വന്നില്ല ഇങ്ങോട്ടേക്ക്. പലരും ഇവിടെ എൻ്റെ ഒക്കെ മണ്ഡലത്തിന്റെ പ്രശ്നം സ്ഥലമില്ല എന്നുള്ള എൻ്റെ അടുത്തൊക്കെ പലരും വന്നിട്ട് തുടങ്ങാൻ തയ്യാറാണ്. ഞങ്ങൾ കടൽ നദി കൊടുക്കേണ്ടി വരും, വേറെ സ്ഥലമൊന്നുമില്ല. ഇവിടെ ഈ കാഞ്ഞങ്ങാട് മണ്ഡലത്തിന്റെ കിനാനൂർ കരിന്തളത്ത് 50 ഏക്കർ പ്രോപ്പർട്ടി ഇപ്പൊ ഈ പറഞ്ഞ KCCPന്റെ കയ്യിലുണ്ട്. അങ്ങനെയൊന്നും 50 ഏക്കർ ഒന്നും എടുക്കാൻ ഞങ്ങളുടെ സ്ഥലമൊന്നുമില്ല. അപ്പോ ഭൂമി ഉള്ളിടത്ത് വ്യവസായം കൊണ്ടുവരാൻ ഇന്റേൺഷിപ്പ് ഉൾപ്പെടെ നടപ്പിലാക്കി. ഇപ്പൊ വ്യവസായിക വകുപ്പ് മന്ത്രി ഇന്റേൺഷിപ്പ് നടപ്പിലാക്കി ഓരോ പഞ്ചായത്തിലും. എന്നിട്ട് പഞ്ചായത്തിലെ വ്യവസായികളെ സഹായിക്കാൻ വേണ്ടി ഈ എന്താ പറയാ ഫയല് മുടങ്ങി കിടക്കുന്ന സാഹചര്യം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് വ്യാവസായിക സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുന്നു. അത് വലിയ മാറ്റം തന്നെയാണ്. വൈവിധ്യവൽക്കരണ പദ്ധതികളുടെ ഭാഗമായി പെട്രോൾ പമ്പിലേക്ക് ചുവടുവെച്ച സംസ്ഥാന സർക്കാർ സ്ഥാപനമായ KCCPL പാലക്കാട് കഞ്ചിക്കോടും മട്ടന്നൂരും ഈ സാമ്പത്തിക വർഷം പെട്രോൾ പമ്പ് ആരംഭിക്കും. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ BPCLുമായി സഹകരിച്ച് കരിന്തളം തലയെടുക്കത്ത് ആരംഭിച്ച പമ്പിൽ പെട്രോൾ, ഡീസൽ വിൽപ്പനയ്ക്ക് പുറമെ ഓയിൽ ചേഞ്ച്, ഫ്രീ എയർ സർവീസ് തുടങ്ങിയ അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. KCCPL ചെയർമാനും മുൻ MLAയുമായ TV രാജേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ലക്ഷ്മി, കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രവി, കൺസ്യൂമർ ഫെഡ് വൈസ് ചെയർമാൻ VK രാജൻ, കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാം തുടങ്ങിയവർ സംബന്ധിച്ചു. ആനക്കൈ ബാലകൃഷ്ണൻ സ്വാഗതവും AK കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. 2000-ഓളം LED ബൾബുകൾ നിർമ്മിച്ച് കാസർഗോഡ് പെർഡാല ഗവൺമെന്റ് ഹൈസ്കൂൾ. ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ 9 വാട്ട്സിന്റെ ബൾബുകളാണ് കുട്ടികൾ നിർമ്മിക്കുന്നത്. കൊറഗാവ് ഉന്നതിയിലെ വീടുകളിൽ കുട്ടികൾ സൗജന്യ ബൾബ് വിതരണം നടത്തി. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഭാഗമായി 3 മാസം മുൻപാണ് പെർഡാല ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഇക്കോ ക്ലബ് വിദ്യാർത്ഥികൾ LED ബൾബ് നിർമ്മാണത്തിലും അതിന്റെ റിപ്പയറിംഗിലും പരിശീലനം നേടിയത്. ഇക്കോ ക്ലബ് അംഗങ്ങളായ 5ാം തരം മുതൽ 9ാം ക്ലാസ് വരെയുള്ള 60 വിദ്യാർത്ഥികളാണ് LED ബൾബ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്നത്. മികച്ച രീതിയിൽ പരിശീലനം നേടിയ കുട്ടികൾ 5 മിനിറ്റിനകം ഒരു ബൾബ് ഉണ്ടാക്കും. നമ്മളിന്ന് ജീസസ് പെർഡാലിൽ നമ്മളെല്ലാവരും ഇന്ന് ബൾബ് ഉണ്ടാക്കിയിട്ട് ഇപ്പം നല്ലൊരു സാധനം നടത്തിയിരിക്കുന്നത്. അതേപോലെ നമ്മൾ ആദ്യം തന്നെ ബൾബ് ചെയ്തുകൊണ്ടിരുന്നു. അതിലെല്ലാത്തിലും നമുക്ക് നല്ലൊരു ജയം കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇപ്പം നമ്മളിത് ബൾബ് ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങുകയാണ്.
ഇപ്പോൾ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ വിറ്റു. അതേപോലെ നമുക്ക് നല്ലൊരു അഭിപ്രായങ്ങൾ എല്ലായിടത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. എത്ര ബൾബ് ഉണ്ടാക്കി മോളെ? 2000-ന് മുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ നമുക്കിപ്പോൾ അധിക ബൾബായി. ഇപ്പോൾ നമ്മൾ കുറേ ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ എല്ലാം ചെയ്യാൻ തന്ന എല്ലാ ടീച്ചേഴ്സിനും അതേപോലെ HM-നും നന്ദി. ഇപ്പോൾ ഒരു ബൾബ് ഉണ്ടാക്കാൻ നമുക്കിപ്പോൾ ആദ്യം തന്നെ കുറച്ച് നല്ല സമയം വേണമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് പഠിച്ചുകൊണ്ട് അതിൻ്റെ കുറച്ച് 5 മിനിറ്റ് അങ്ങനെ കുറച്ച് സമയത്ത് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് പഠനത്തോടൊപ്പം സ്വയം തൊഴിൽ പരിശീലനം ലക്ഷ്യമാക്കി പെർഡാള സ്കൂളിലെ അധ്യാപകരായ രഞ്ജിത്ത്, ശ്രീധരൻ, അബ്ദുൾ ഷാഹിദ് എന്നിവരാണ് ബൾബ് നിർമ്മാണത്തിന്റെ ചിലവ് വഹിക്കുന്നത്. 65 രൂപയാണ് ഒരു ബൾബ് നിർമ്മാണത്തിനായുള്ള ചിലവ്. നിലവിൽ 2000-ഓളം ബൾബുകൾ നിർമ്മിച്ചു വിതരണം ചെയ്തു വരികയാണ്. ഇക്കോ ക്ലബ്ബ് നേതൃത്വത്തിൽ കൊറഗ ഉന്നതിയിലെ മുഴുവൻ വീടുകളിലും സൗജന്യ ബൾബ് വിതരണം നടത്തി. SC/ST എംപ്ലോയീസ് ആൻഡ് പെൻഷൻ ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് M. സുനിൽകുമാർ ഉന്നതിയിലെ ബൾബ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെ സ്കൂളിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്ന എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ഒരു LED ബൾബ് നിർമ്മാണവും അതിൻ്റെ റിപ്പയറിങ്ങിൻ്റെ പരിശീലനം നൽകുകയുണ്ടായി. അപ്പോൾ ആ കുട്ടികളെ വെച്ച് നമുക്ക് കുട്ടികൾക്ക് സമ്പാദ്യശീലം ഉണ്ടാക്കാനും കുട്ടികൾക്കൊരു തൊഴിൽ നൈപുണ്യം നേടിയെടുക്കാനും പിന്നെ കുട്ടികൾ മറ്റ് മൊബൈൽ അതുപോലുള്ള ദുശീലങ്ങളിൽ നിന്ന് കുട്ടികളെ വഴിതിരിച്ച് ഇങ്ങനെയുള്ള ഒരു സമ്പാദ്യശീലം വളർത്തുന്ന പരിസ്ഥിതി സൗഹാർദ്ദമായ ഒരു ബൾബ് നിർമ്മാണവും റിപ്പയറിങ്ങിലും താല്പര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെ നമ്മൾ ഒരുപാട് ഏകദേശം 68,000 രൂപ ഞാനും രഞ്ജിത്ത് മാഷും ചെലവഴിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് കൂടുതൽ വരുന്നതിന് കൊറഗ കോളനിയിലേക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കാനുമാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. കുട്ടികൾ നിർമ്മിക്കുന്ന 9 വാട്ട്സിന്റെ LED ബൾബുകൾ വ്യാപാരികളടക്കം കൊണ്ടുപോകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSRTC കാഞ്ഞങ്ങാട് ഡിപ്പോ വികസനത്തിന്റെ പാതയിൽ. ബാംഗ്ലൂർ സർവീസും പത്തനംതിട്ട സർവീസും പുതുതായി ആരംഭിച്ചു. ചെമ്മട്ടം വയൽ KSRTC ഡിപ്പോ വികസനത്തിന്റെ പാതയിലാണ്. കാസർഗോഡ് ജില്ലയിലെ 2 ഡിപ്പോകളിൽ ഒന്നാണ് ചെമ്മട്ടം വയലിലുള്ള കാഞ്ഞങ്ങാട് ഡിപ്പോ. കാഞ്ഞങ്ങാട് ഡിപ്പോ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകളിലേക്കുള്ള സർവീസുകളാണ്. 55-ന് മുകളിൽ ബസ് സർവീസുകളാണ് ദിവസവും ഉള്ളത്. അതിൽ പ്രധാനമായിട്ടുള്ളത് ബാംഗ്ലൂർ സർവീസാണ്. വൈകുന്നേരം 6 മണിക്കാണ് ബാംഗ്ലൂർ സർവീസ് ആരംഭിക്കുന്നത്. ഒപ്പം തന്നെ പത്തനംതിട്ട സർവീസുമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദൂരമോടുന്ന സൂപ്പർഫാസ്റ്റ് സർവീസാണ് കാഞ്ഞങ്ങാട് പത്തനംതിട്ട സർവീസ്. ഡിപ്പോ തുടങ്ങിയിട്ട് 12 വർഷമേ ആയിട്ടുള്ളൂവെങ്കിലും ഓരോ വർഷവും വികസനത്തിന്റെ പാതയിലാണ് ചെമ്മട്ടം വയലിലെ കാഞ്ഞങ്ങാട് ഡിപ്പോ. കാസർഗോഡ് ജില്ലയിലുള്ള 2 KSRTC ഡിപ്പോകളിലൊന്നാണ് കാഞ്ഞങ്ങാട് ഡിപ്പോ. കാഞ്ഞങ്ങാട് ഡിപ്പോ പ്രധാനമായിട്ടും ഹാൻഡിൽ ചെയ്യുന്നത് മലയോര മേഖലകളാണ്. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകളായിട്ടുള്ള പാണത്തൂര്, കൊന്നക്കാട് മേഖലകളിലാണ് കൂടുതൽ നമ്മൾ യാത്രാ സൗകര്യം ഒരുക്കുന്നത്. 55-ന് മുകളിൽ ബസ് സർവീസുകളാണ് ദിവസവും ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബാംഗ്ലൂർ സർവീസാണ്. വൈകുന്നേരം 6 മണിക്ക് ആരംഭിക്കുന്ന ബാംഗ്ലൂർ സർവീസ്. ഒപ്പം തന്നെ പത്തനംതിട്ട സർവീസ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന സൂപ്പർ ഫാസ്റ്റ് സർവീസാണ് കാഞ്ഞങ്ങാട് പത്തനംതിട്ട സർവീസ്. ചെറിയൊരു ഡിപ്പോയാണ്. 12 വർഷത്തോളമായിട്ട് ഡിപ്പോ തുടങ്ങിയിട്ടുള്ളെങ്കിലും ഓരോ വർഷങ്ങൾ കഴിയുന്നതോടെ ഡിപ്പോ മുകളിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഒരു പെർഫോമൻസ് കൊണ്ട് തന്നെ നമ്മുടെ പത്തനംതിട്ട സർവീസിന് 2 പുതിയ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അത് അടുത്ത ആഴ്ച മുതൽ ഓടിത്തുടങ്ങും. നമ്മളൊരു ബാംഗ്ലൂർ സർവീസിനും കൂടി നമ്മൾ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അതും ഉടനെ തന്നെ സാങ്ഷൻ ആവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ഓണം സീസണിൽ വളരെ വിജയകരമായിട്ട് നമ്മൾ സർവീസുകൾ പൂർത്തിയാക്കി. നമ്മുടെ 10 ലക്ഷത്തിന് മുകളിൽ നമ്മൾ 4 ദിവസം ടാർഗറ്റ് അച്ചീവ് ചെയ്തു. നമ്മുടെ നോർമൽ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 8 ലക്ഷമൊക്കെയാണ്. 2 ലക്ഷം വെച്ച് അധികമാണ് നമ്മൾ ഓരോ ദിവസം കളക്ഷൻ നമുക്ക് കിട്ടിയത്. അതിൽ തന്നെ 2 ദിവസം നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച, ഓണം കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച നമ്മൾ 3 ബസ്സുകളാണ് അധികമായിട്ട് കാഞ്ഞങ്ങാട് നിന്ന് ഓപ്പറേറ്റ് ചെയ്തത്. മൊത്തം 4 ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്തത്. അത് വലിയൊരു കാര്യമായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അതിന് നല്ലൊരു റീച്ചും കിട്ടിയൊരു കാര്യമായിരുന്നു. വികസനത്തിന്റെ പാതയിലുള്ള കാഞ്ഞങ്ങാട് ഡിപ്പോ ഇവിടെ എത്തുന്ന യാത്രക്കാരെ ഏറെ ആകർഷിക്കും. പൂന്തോട്ടവും ഔഷധത്തോട്ടവുമായി കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് കാഞ്ഞങ്ങാട് ഡിപ്പോയിലുള്ളത്. KV സുനിൽകുമാർ, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 2-ന് കാഞ്ഞങ്ങാട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു.
സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം ഒക്ടോബർ 2 മുതൽ 15 വരെ സംസ്ഥാന വ്യാപകമായി നടക്കും. കാഞ്ഞങ്ങാട്ട് നടക്കുന്ന സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 2 ഉച്ചയ്ക്ക് 12 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഒക്ടോബർ 15 തിരുവനന്തപുരം സമാപിക്കും. ഇതിന്റെ വിജയത്തിനായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ IAS ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ പൊളിറ്റിക്കൽ ലെവലിൽ സംസാരിച്ച് എത്ര ആളുകൾ പരമാവധി കൊണ്ടുവരണം എന്നനുസരിച്ചാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇപ്പോഴത്തേക്ക് നമ്മൾ പ്രിൻസിപ്പൽ ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള കപ്പാസിറ്റി ഉള്ളതും അതിന് പുറത്ത് എത്ര നിൽക്കാൻ പറ്റുമ്പോൾ അതിനുള്ള ആളുകൾ മാത്രമേ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയ ശേഷം എല്ലാ നിങ്ങൾ അത് ഓരോ ഉന്നതികൾക്കും പഞ്ചായത്ത് വയസ്സോ ഇല്ലെങ്കിൽ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് തീരുമാനിക്കും. അതിനുശേഷം മാത്രമേ നമുക്ക് വണ്ടി ഓരോ ഉന്നതികൾക്കും ഇത്ര ആളുകൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഇത് വെച്ച് കൊടുക്കണം. അതിൻ്റെ ഡീറ്റെയിൽസ് ആരാണോ ഓരോ വണ്ടിക്കും ഇൻചാർജ് പ്രൊമോട്ടർ ഇല്ലെങ്കിൽ അവിടുത്തെ TO ആരാണ്, അവരുടെ പേര്, പിന്നെ ഏതൊക്കെ ഉന്നതികളിൽ നിന്ന് എത്ര ആളുകൾ പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ KK ഷാജു പരിപാടി വിശദീകരണം നടത്തി. മുൻ MLA M കുഞ്ഞിരാമൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ K ലത, KV സരസ്വതി, K പ്രഭാവതി, കാഞ്ഞങ്ങാട് DYSP CK സുനിൽകുമാർ, KV രാഘവൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ TDO BC അയ്യപ്പൻ സ്വാഗതവും ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ OP രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭക്തിയുടെ നിറവിൽ വെള്ളിക്കുന്നത്ത് ഭഗവതിക്കാവിൽ സർവേശ്വര വിളക്കുപൂജ. ശ്രീമദ്ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെയും നവരാത്രി ആഘോഷത്തിന്റെയും ഭാഗമായാണ് വിളക്കുപൂജ ഒരുക്കിയത്. വെള്ളിക്കുന്നത്ത് ഭഗവതിക്കാവ് ശ്രീമദ്ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെയും നവരാത്രി ആഘോഷത്തിന്റെയും ഭാഗമായി ക്ഷേത്രത്തിൽ സർവൈശ്വര്യ വിളക്കുപൂജ നടന്നു. യജ്ഞാചാര്യൻ പൈതൃകരത്നം ഡോക്ടർ K ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തിരുവനന്തപുരത്തിന്റെ കാർമ്മികത്വത്തിലാണ് സർവൈശ്വര്യ വിളക്കുപൂജ നടന്നത്. ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം ആചാര്യന്മാർ നിലവിളക്ക് കൊളുത്തിയതോടെയാണ് സർവൈശ്വര്യ വിളക്കുപൂജയ്ക്ക് തുടക്കമായത്. ബാലികമാരും സ്ത്രീജനങ്ങളും അമ്മമാരുമടക്കം നിരവധി ഭക്തർ സർവൈശ്വര്യ വിളക്കുപൂജയിൽ പങ്കാളികളായി. യജ്ഞാചാര്യൻ ചൊല്ലിയ 108 നാമാർച്ചനകൾ വിളക്കുപൂജയിൽ പങ്കാളികളായവർ ഏറ്റുചൊല്ലി നിലവിളക്ക് സാക്ഷിയാക്കി പൂക്കളർപ്പിച്ച് സർവൈശ്വര്യ വിളക്കുപൂജ ഭക്തിസാന്ദ്രമാക്കി. യജ്ഞാചാര്യൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കാലാനുസൃതമായ പ്രഭാഷണം സദസ്സിന് വിജ്ഞാനം പകർന്നു നൽകി. വെള്ളിക്കോത്ത് വിഷ്ണുഭട്ടിന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര ഭജന സമിതിയുടെ ഭജനയും തുടർന്ന് നിറമാല പൂജയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. FSCTO ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ പലസ്തീൻ ഐക്യദാർഢ്യ കൂട്ടായ്മ നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം CJ സജിത്ത് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെയും ജീവനക്കാരുടെയും കൂട്ടായ്മയായ FSETO സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ കൂട്ടായ്മ നടത്തി. നിരവധി അധ്യാപകരുടെയും ജീവനക്കാരുടെയും പങ്കാളിത്തത്തിൽ കാഞ്ഞങ്ങാട് പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ നടന്ന കൂട്ടായ്മ ജില്ലാ പഞ്ചായത്ത് അംഗം CJ സജിത്ത് ഉദ്ഘാടനം ചെയ്തു. വീറ്റോ അധികാരമുള്ള 5 പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്. ഒന്ന് അമേരിക്കയാണ്, മറ്റൊന്ന് ചൈനയാണ്, വേറൊന്ന് റഷ്യയാണ്, അതുപോലെ തന്നെ ബ്രിട്ടനും ഫ്രാൻസുമാണ്.
എത്രയോ കാലമായി ചൈനയും റഷ്യയുമെല്ലാം സ്വതന്ത്ര പാലസ്തീനെ അംഗീകരിക്കുന്ന രാജ്യങ്ങളാണ്. എന്നാൽ മറ്റു 3 രാജ്യങ്ങളും അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് സ്വതന്ത്ര പാലസ്തീനെ 2025 വരെയും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷെ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന ശുഭകരമായ വാർത്ത എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളിലാകെ ഉറഞ്ഞുകൂടിയിരിക്കുന്ന പ്രതിഷേധത്തെ കണ്ടുകൊണ്ട് അതിനെ പരിഗണിച്ചുകൊണ്ട് ബ്രിട്ടനും ഫ്രാൻസും ഇപ്പോ സ്വതന്ത്ര പാലസ്തീൻ എന്ന അവരുടെ അവകാശത്തെ അംഗീകരിച്ചു കൊടുക്കണം എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 വർഷക്കാലമായി മാത്രം നടക്കുന്ന ഒരു പ്രശ്നമല്ല ഇസ്രായേൽ പാലസ്തീൻ വിഷയം. ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ ചില നിഷ്കളങ്കർ പറയും ഹമാസ് എന്ന് പറയുന്ന തീവ്ര സംഘടന, ആ തീവ്രവാദ സംഘടന 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിലേക്ക് മിസൈലുകൾ വർഷിച്ചതുകൊണ്ടല്ലേ ഇത്തരത്തിൽ അതിക്രമങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്? യഥാർത്ഥത്തിൽ ഇസ്രായേൽ പാലസ്തീൻ വിഷയം നമ്മൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ 1 നൂറ്റാണ്ട് പുറകിലേക്ക് നമ്മൾ പോകേണ്ടി വരും. FSETU ജില്ലാ പ്രസിഡന്റ് കെ ഭാനുപ്രകാശ് അധ്യക്ഷത വഹിച്ചു. കെ രാഘവൻ, വി ശോഭ, വി ചന്ദ്രൻ, ടി ദാമോദരൻ, ടി പ്രകാശൻ, NK ലസിത എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി കെ ഹരിദാസ് സ്വാഗതവും മധു കരിമ്പിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്. എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ് വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. PN പണിക്കർ സോഷ്യൽ വർക്കേഴ്സ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു. മുൻ പ്രസിഡന്റ് KP കുഞ്ഞിക്കണ്ണൻ അനുസ്മരണവും നടന്നു. അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്തും ഗ്രന്ഥശാല രംഗത്തും കേരളത്തിന് ദിശാബോധം നൽകിയ PN പണിക്കരെ അധികാരികൾ വിസ്മരിച്ചപ്പോഴും ഉചിതമായ സ്മാരകങ്ങൾ ഉയർത്തി അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ജീവൻ നൽകിയ നേതാവാണ് KP കുഞ്ഞിക്കണ്ണനെന്ന് KPCC സെക്രട്ടറി M അസ്നാർ പറഞ്ഞു. കാസർഗോഡ് ജില്ല PN പണിക്കർ സോഷ്യൽ വർക്കേഴ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സംഘടിപ്പിച്ച സ്ഥാപക പ്രസിഡന്റ് കൂടിയായ KP കുഞ്ഞിക്കണ്ണന്റെ 1ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും സമ്മേളനം നടക്കണം. വലിയ സമ്മേളനങ്ങളാണ്. നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായിട്ടുള്ള ബ്ലോക്ക് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്, എഴുത്തുകാരനാണ്. അന്ന് ഈ സംവിധാനമൊന്നും ഇല്ലാത്ത ഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ 2 ഗാനങ്ങൾ നാട്ടോർക്കുമെന്ന് തോന്നുന്നു. അന്ന് നമ്മുടെ PC ബാബുവിന്റെ ബന്ധുക്കളായ കുട്ടികളെ വെച്ച് ഒരു ഗായക സംഘം രൂപീകരിച്ച് ആ ഗാനം അതായിരുന്നു അന്ന് ഈ പ്രചരണത്തിന് മുതൽ ഉപയോഗിച്ചത്. നേരിട്ട്, അല്ലാതെ റെക്കോർഡ് ചെയ്തല്ല. ആ ജാതിയുടെ മുമ്പിലൊക്കെ ഞാനിപ്പോൾ മാഷെഴുതിയ 2 പാട്ടുകൾ ഓർക്കുന്നു, സാറ് ഓർക്കുന്നു തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള എല്ലാവരും ഓരോ എല്ലാവരും ഉദയമങ്ങൾ എല്ലാവരും ഈ രംഗത്ത് പൊതുരംഗത്ത് പോലെകൾ KPയുമായി ഏറ്റവും അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ KPയെ സമൂഹത്തിൽ വ്യത്യസ്തനാക്കുന്നത് ഈ ഒരു കാരണം അതിന് പ്രധാനമാണ്. PN പണിക്കരെ കേരളീയ സമൂഹത്തിൽ നൽകേണ്ട അംഗീകാരം ഒരിക്കലും നൽകാതെ മാറ്റി നിർത്തിയപ്പോഴും തന്റെ പ്രവർത്തന മേഖലയിൽ അദ്ദേഹത്തെ ആദരിക്കാനും അദ്ദേഹത്തെ സ്മരിക്കാനും അദ്ദേഹത്തെ ഓർമ്മിക്കാനും കഴിയുന്ന വിവിധ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് പ്രത്യേകത.
സംഘം പ്രസിഡന്റ് സി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് പി കെ ചന്ദ്രശേഖരൻ, എം കുഞ്ഞികൃഷ്ണൻ, പ്രവീൺ തോയമ്മൽ, സുകുമാരൻ ഉദയമംഗലം, മുങ്ങത്ത് രവി, എം കൃഷ്ണൻ, ടി തമ്പാൻ, ശോഭന മണ്ഡപം, അംബിക വി എന്നിവർ സംസാരിച്ചു. കാവുങ്കാൽ നാരായണൻ സ്വാഗതവും എം ഗോവിന്ദൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടികൾ നടന്നു. നാട്യധ്വനി ചെമ്മട്ടം വയലിന്റെ നൃത്യങ്ങൾ ശ്രദ്ധേയമായി. നവരാത്രി മഹോത്സവം ദർശിക്കാനായി എത്തുന്നവർക്ക് ആസ്വാദന മധുരം പകർന്നുകൊണ്ട് എല്ലാ ദിവസവും കലാപരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു. ചെമ്മട്ടം വയൽ നാട്യധ്വനി അവതരിപ്പിച്ച നൃത്യങ്ങൾ ഏറെ ശ്രദ്ധേയമായി. ഇരുപത്തിയൊൻപതിന് കാണികൾക്ക് കൗതുകം പകർന്നുകൊണ്ട് വിഭാ നായർ അവതരിപ്പിക്കുന്ന കഥക് നൃത്താവിഷ്കാരം നടക്കും. എല്ലാ ദിവസവും വിവിധ കലാപരിപാടികൾ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നവരാത്രി പൂജ മഹോത്സവം ദർശിക്കാനായി നിരവധി ഭക്തജനങ്ങളാണ് ദേവീസന്നിധിയിലെത്തുന്നത്. എല്ലാ ദിവസവും അന്നപ്രസാദ വിതരണവും നടക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭ ശുചിത്വ സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭ സംഘടിപ്പിച്ച ശുചിത്വ സംഗമം നഗരസഭാ അധ്യക്ഷ KV സുജാത ഉദ്ഘാടനം ചെയ്തു. 2 NSS ടീമാണ്. ഒന്ന് SN പോളിയിലെയും അതുപോലെ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെയും, അതേപോലെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ബെല്ല ഈസ്റ്റ്, ഉപ്പിലിക്കൈ, കാഞ്ഞങ്ങാട് സൗത്ത്, അങ്ങനെ എല്ലാ സ്കൂളുകളിലെയും NSS വോളണ്ടിയർമാർ ഓരോ സമയത്തും ഞങ്ങളോടൊപ്പം ചേരാറുണ്ട്. നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെയും SN പോളിയെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ കടലോര ശുചീകരണമൊക്കെ നടക്കുമ്പോൾ ഏറ്റവും അധികം ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള 2 NSS യൂണിറ്റുകളാണ്. അപ്പം അങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നഗരസഭ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് നമ്മുടെ പൊതു ഇടങ്ങളൊക്കെ തന്നെ, അതുപോലെ വീടുകളൊക്കെ തന്നെ ഇവരോടൊക്കെയുള്ള മാഷോട് ഞാൻ പ്രത്യേകം പറയണ്ട, മാഷൊരു പഞ്ചായത്ത് മെമ്പറാണ്. 9ാം വാർഡിന്റെ പഠന പഞ്ചായത്തിലെ 9ാം വാർഡിന്റെ മെമ്പറാണ്. പ്രകൃതി സംരക്ഷണത്തിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന വാർഡ് കൂടിയാണ്. അതുപോലെ വയോജനങ്ങളുടെ സംരക്ഷണത്തിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തുന്നതാണ്. ആദ്യഘട്ടത്തിലൊക്കെ ഹരിതകർമ്മസേനയോടുള്ള മനോഭാവമൊക്കെ അല്ലേ വളരെ മോശമായിരുന്നു. ഇന്നങ്ങനെയല്ല, അവരെ കാത്തിരിക്കുന്ന രീതിയിലേക്ക് കാഞ്ഞങ്ങാടിൻ്റെ 21,000-ലധികം വരുന്ന വീടുകൾ അവരെ കാത്തിരിക്കുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം അതിലൂടെ തന്നെ അവരുടെ അന്തരീക്ഷവും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യവും മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. വൈസ് ചെയർമാൻ അബ്ദുള്ള ബിൽടെക് അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം PP കുഞ്ഞികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ശുചിത്വ മാലിന്യ പരിപാലന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്കുള്ള ഉപഹാരങ്ങൾ PP കുഞ്ഞികൃഷ്ണൻ വിതരണം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KV സരസ്വതി, K ലത, അനീഷൻ K പ്രഭാവതി, കൗൺസിലർമാരായ VV രമേശൻ, M ബാലരാജ, KV മായാകുമാരി, KK ജാഫർ, KK ബാപ്പു, വന്ദന, നഗരസഭാ സെക്രട്ടറി KV ഷിബു, ക്ലീൻ സിറ്റി മാനേജർ PP ബൈജു എന്നിവർ സംസാരിച്ചു. ശുചിത്വ പ്രതിജ്ഞ ചെയർമാൻ ചൊല്ലിക്കൊടുത്തു. കൗൺസിലർമാരും ശുചിത്വ സേന അംഗങ്ങളും തമ്മിലുള്ള പ്രഥമ സെഷനിൽ KSWMB ജില്ലാ സോഷ്യൽ എക്സ്പെർട്ട് ഡോക്ടർ KV സുരജ് മോഡറേറ്ററായിരുന്നു. മികവാർന്ന ആശയവിനിമയം മികച്ച സേവനത്തിന് എന്ന വിഷയത്തിൽ സന്ദീപ് ചന്ദ്രൻ, ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന വിഷയത്തിൽ KSWMP സോഷ്യൽ ഡെവലപ്മെന്റ് കൺസൾട്ടന്റ് TM ശ്രീജിത്ത് ക്ലാസ് എടുത്തു. ശുചിത്വ സേന അംഗങ്ങൾക്കായി നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് SWM എഞ്ചിനീയർ ആശ N സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നവരാത്രി തിരക്ക് കണക്കിലെടുത്ത് മാംഗ്ലൂരു ഷൊർണൂർ പാതയിൽ പ്രത്യേക തീവണ്ടിയുമായി റെയിൽവേ. അടുത്ത സർവീസ് ഒക്ടോബർ 1-ന്. നവരാത്രിയോടനുബന്ധിച്ച് മംഗളൂരു ഷൊർണൂർ പാതയിൽ പ്രത്യേക പാസഞ്ചർ ട്രെയിൻ സർവീസ്. ട്രെയിൻ മംഗളൂരുവിൽ നിന്ന് ഷൊർണൂർ വരെ ഒരു സർവീസ് നടത്തി. ഒക്ടോബർ 1-ന് വീണ്ടും സർവീസ് നടത്തുമെന്ന് റെയിൽവേ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇന്നലെ വൈകിട്ട് 6-നാണ് ട്രെയിൻ മംഗളൂരുവിൽ നിന്നും യാത്ര തുടങ്ങിയത്. രാത്രി 12:30-ന് ഷൊർണൂരിലെത്തി. 13 ജനറൽ കോച്ചുകളോടെയായിരുന്നു സർവീസ്.
നവരാത്രി അവധിക്ക് നാട്ടിലെത്താൻ യാത്രക്കാരുടെ തിരക്ക് കൂടുതലാണ്. വൈകുന്നേരങ്ങളിൽ മലബാർ എക്സ്പ്രസിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഒക്ടോബർ 1 സർവീസ് നടത്തുന്ന പ്രത്യേക തീവണ്ടി കാസർഗോട്ട് വൈകിട്ട് 6:38 7:04 കാഞ്ഞങ്ങാടും 7:13 നീലേശ്വരത്തും 7:31 പയ്യന്നൂരിലും എത്തുന്ന വണ്ടി രാത്രി 12:30 ഷൊർണൂരിലെത്തും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൊതുവിദ്യാലയത്തിൽ കുരുന്നുകളുടെ നൃത്ത മത്സരം ആസ്വദിച്ച് സിനിമാ നടിയും നൃത്താധ്യാപികയുമായ കലാഭവൻ നന്ദന തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ കലോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു നടി. 4 വേദികളിലായി നടന്ന കലോത്സവ മത്സരങ്ങളിൽ പ്രൈമറി വിദ്യാർത്ഥികളുടെ നടന വൈഭവം പ്രധാന വേദിയിൽ കണ്ട് ആസ്വദിച്ച നടി കലാഭവൻ നന്ദന കുരുന്നുകൾക്കൊപ്പം ഏറെ സമയം ചിലവഴിച്ചു. സിനിമ സീരിയൽ താരത്തെ സദസ്സിൽ കണ്ടതോടെ കെട്ടിപ്പിടിച്ചും ഓട്ടോഗ്രാഫ് വാങ്ങിയും കുട്ടികൾ ആഹ്ലാദം പങ്കുവച്ചു. 2 ദിവസങ്ങളിലായി നടന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം കലാഭവൻ നന്ദന നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രധാനാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്, പഞ്ചായത്ത് അംഗം E ശശിധരൻ, പ്രോഗ്രാം കൺവീനർ K സീത, മദർ PTA പ്രസിഡന്റ് AG ആയിഷ B എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് തേജസ്വിനി സഹോദയ സ്കൂൾ കോംപ്ലക്സിന് കീഴിലുള്ള 15ഓളം വിദ്യാലയങ്ങളിലെ മലയാളം അധ്യാപകർക്കായി പരിശീലനം നൽകി. പോളിടെക്നിക് പ്രിൻസിപ്പൽ M ജയകൃഷ്ണൻ നായർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് തേജസ്വിനി സഹോദയ സ്കൂൾ കോംപ്ലക്സിന് കീഴിലുള്ള 15ഓളം വിദ്യാലയങ്ങളിലെ മലയാളം അധ്യാപികമാർക്കായി അധ്യാപക പരിശീലനം നിത്യാനന്ദ പോളിടെക്നിക് കോൺഫറൻസ് ഹാളിൽ നടന്നു. പോളിടെക്നിക് പ്രിൻസിപ്പാൾ M ജയകൃഷ്ണൻ നായർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. അല്ലാതെ വലിയ ബിൽഡിങ് അല്ലെങ്കിൽ വലിയ കാറ്, മൊബൈൽ മാറ്റി, അതിലല്ല അവരെ സന്തോഷം. സന്തോഷം എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലാണ്. അത് മാത്രമല്ല ഓരോ നിമിഷവും സന്തോഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ പറയുന്ന കാര്യം, നമ്മൾ ഈ 10 മണി മുതൽ കുറച്ച് സമയം സന്തോഷിക്കണം. അത് സന്തോഷിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ഇവിടെ വേണം, അല്ലെ? ബാക്കിയെല്ലാം ഏതായാലും ഇവിടെ വന്നു. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ വന്നു. അപ്പൊ ഇനി ഏതായാലും ഇവിടെയുള്ള കാര്യങ്ങളോട് നമ്മൾ അങ്ങ് ഇണങ്ങി നിൽക്കുക. അപ്പോഴ് നേരത്തെ ഇത് ഞാൻ പറയുന്ന ഈ നമ്മള് TV ഒക്കെ സിനിമയൊക്കെ കാണുമ്പോൾ പറയില്ലേ, ഇതിലെ കഥാപാത്രങ്ങൾക്ക് ആരോടെങ്കിലും സാദൃശ്യമുണ്ടെങ്കിൽ അത് യാദൃച്ഛികം മാത്രമാണെന്ന്. അതുപോലെ ഞാൻ ഈ പറയുന്ന ഒന്നും ഇവിടുത്തെ അധ്യാപകർ ഉദ്ദേശിച്ചില്ല, പൊതുവേ പറയുന്നതാണ്. അങ്ങനെ നിങ്ങൾ കാണാം കേട്ടോ. നമ്മൾക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, നമ്മുടെ മുന്നിലുള്ള ക്ലാസ് മുറിയിലെ കുട്ടികൾ. അപ്പോൾ ആ കുട്ടികളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം കിട്ടണമെങ്കിൽ ശമ്പള വർധന നമ്മുടെ അജണ്ടയല്ല. അതുപോലെ മറ്റ് ഭൗതിക സൗകര്യങ്ങൾ നമ്മുടെ അജണ്ടയല്ല. നമ്മളിവിടെ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഉണ്ടാവാൻ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുമാണ്. ഇപ്പം നല്ല തണുപ്പുണ്ടാകുമ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കണം എന്നുള്ള ഡെൻമാർക്കാർ പറയണോ? നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പാൾ N അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. പാസ് വേൾഡ് സർക്കുലേഷൻ മാനേജർ ജോണി ആശംസകൾ നേർന്ന് സംസാരിച്ചു. റിട്ടയർഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും പാഠപുസ്തക സമിതി അംഗവുമായ രഘുനാഥൻ M ക്ലാസ് എടുത്തു. നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അധ്യാപിക ചിത്ര MP സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സംഗീത നാടക അക്കാദമി ഉത്തരമേഖല കഥാപ്രസംഗ മഹോത്സവവും സംസ്ഥാനതല ശില്പശാലയും മാണിയാട്ട് ഗ്രാമത്തിൽ തുടക്കമായി. മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായി നടക്കുന്ന കഥാപ്രസംഗ മഹോത്സവത്തിൽ ആദ്യ ദിനം 2 കഥാപ്രസംഗങ്ങൾ അവതരിപ്പിച്ചു.
കേരള സംഗീത നാടക അക്കാദമി അധ്യക്ഷൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സ്വാമി ബ്രഹ്മപ്രദൻ എന്ന നാടകത്തിൻ്റെ ഇതിലെ കഥാപ്രസംഗത്തിൻ്റെ ഉൽപ്പത്തി മുതൽ ഉണ്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്ലോട്ട് എന്നെ സംബന്ധിച്ച് അദ്ദേഹം എൻ്റെ കളിക്കൂട്ടുകാരനായിരുന്നു. ഇതൊരു സത്യമാണ്. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാമി ബ്രഹ്മപ്രദൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഈ കഥാപ്രസംഗത്തിൻ്റെ തലതൊട്ടപ്പനായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം എൻ്റെ കളിക്കൂട്ടുകാരനായി ആയിരുന്നു എന്ന് പറയാൻ കാരണം എനിക്കൊരു പക്ഷേ 10 വയസ്സുള്ള സമയത്ത് അന്ന് അദ്ദേഹത്തിന് 50 വയസ്സെങ്കിലും ഉണ്ടാവും എന്നാണ് തോന്നൽ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എം രാജഗോപാലൻ MLA മുഖ്യാതിഥിയായിരുന്നു. സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി, ശില്പശാല ഡയറക്ടർ ചിറക്കര സലീം കുമാർ, സംഘാടക സമിതി ജനറൽ കൺവീനർ TV ബാലൻ, കേന്ദ്ര കലാസമിതി ജില്ലാ സെക്രട്ടറി PV രാജൻ, EP രാജഗോപാലൻ, രാജ്മോഹൻ നീലേശ്വരം, PP പ്രസന്നകുമാരി, C സുരേഷൻ, K സുരേഷ്, MV കോമൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. വിവിധ സെഷനുകളിൽ TKD മുഴപ്പിലങ്ങാട്, കരിവെള്ളൂർ മുരളി, തോന്നിക്കൽ വാമദേവൻ എന്നിവർ ക്ലാസ് എടുത്തു. റിനീഷ അഴീക്കോട്, പുളിമാത്ത് ശ്രീകുമാർ, MR പയ്യട്ടം എന്നിവർ കഥാപ്രസംഗം അവതരിപ്പിച്ചു. കൃഷ്ണകുമാർ പള്ളിയത്ത് അനുഭവ വിവരണം നടത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പടന്നക്കാട് ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത പരിഹരിക്കണമെന്ന ആവശ്യം. പടന്നക്കാട് NH66 കോർഡിനേഷൻ കമ്മിറ്റി സർവകക്ഷി വിശദീകരണ യോഗം നടത്തി. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും മെല്ലെപ്പോക്കും ഉദ്യോഗസ്ഥ വീഴ്ചയും മൂലം ദുരിതത്തിലായ ജനങ്ങളുടെ കടുത്ത പ്രതിഷേധം NH66 കോർഡിനേഷൻ കമ്മിറ്റി പടന്നക്കാട്ട് സംഘടിപ്പിച്ച സർവകക്ഷി വിശദീകരണ യോഗത്തിൽ കത്തിക്കയറി. ആദ്യം സർവീസ് റോഡും ഡ്രെയിനേജ് നിർമ്മാണവും പൂർത്തീകരിച്ചു വേണം പ്രധാന പാത നിർമ്മാണമെന്ന DPRലെ പ്രധാന നിർദ്ദേശം അട്ടിമറിച്ച് ജനങ്ങളെയാകെ കടുത്ത ദുരിതത്തിലാക്കിയ അധികൃതരുടെ നിലപാടിനെതിരെയായിരുന്നു യോഗം ശക്തമായി പ്രതിഷേധിച്ചതെന്ന് ഇവർ പറഞ്ഞു. 2 കൊല്ലം മുമ്പ് 3 കൊല്ലം മുമ്പ് ആക്ഷൻ കമ്മിറ്റി വരുമ്പോൾ പടന്നക്കാട് അവസ്ഥ ഒഴിഞ്ഞുകൊടുക്കുന്ന ഒരാൾക്ക് പടന്നക്കാടേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ പടന്നക്കാട് ആ ഭാഗത്ത് വിമാനം പോകണമെങ്കിൽ ഒഴിഞ്ഞുകൊടുപ്പ് നേരെ വന്ന് പടന്നക്കാട് മുമ്പുണ്ടായ റെയിൽവേ ഗേറ്റ് ഉണ്ടല്ലോ അങ്ങനെ പോയി U-ടേൺ എടുത്ത് തിരിച്ചു വന്നാലേ അവിടെ എത്താൻ പറ്റും. അതുപോലെ അപ്പുറത്തുനിന്ന് ഒരാൾക്ക് ഈ കുതിരമല ഭാഗത്തിൽ ഒരാൾ ഇങ്ങോട്ട് വരണമെങ്കിൽ നേരെ അവിടെ പോകണം, പഴയ ഗേറ്റിൻ്റെ അടുത്ത് പോയിട്ട് തിരിഞ്ഞിട്ട് U-ടേൺ എടുത്തിട്ട് ഇങ്ങോട്ട് വരണം. പിന്നെ അത് വിട്ടാൽ പിന്നെ ആ ഒരു വഴി ഉണ്ടായില്ല, അല്ല തോട്ടത്തിൻ്റെ അവിടെ ഒരു അണ്ടർപാസ് അതാണ്. ഈ 2 കിലോമീറ്ററുള്ളിൽ വേറെ ഒരു വഴി ഉണ്ടായിട്ടില്ല. അപ്പുറത്തെ ഇതേപോലത്തെ അവസ്ഥയുണ്ട്. അങ്ങനെ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ആക്ഷൻ കമ്മിറ്റി നിരന്തരമായി ഇവിടെ ആദ്യം ഉണ്ടായ മനുഷ്യച്ചങ്ങലയാക്കി കണ്ണൂർ പ്രൊജക്ട് ഓഫീസിൽ ധർണ നടത്തി എല്ലാ മന്ത്രിമാരടുത്തും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ നിരന്തരം നിവേദനം നടത്തി. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ അതുപോലെ തന്നെ ചെയർമാനും വൈസ് ചെയർമാൻ അടക്കമുള്ള MLAയും എല്ലാവരുടെ അടുത്തും ബന്ധപ്പെടുകയും അവരുടെയൊക്കെ സമ്മർദ്ദപരമായി കുറേ കാര്യങ്ങൾ നേടിയിട്ടുള്ള ഒരു വസ്തുതയാണ്. നേരത്തെ പപ്പം പറഞ്ഞ പോലെ ഈ സർവീസ് റോഡ് ഉണ്ടായിട്ടില്ല. നമ്മൾ സംസത്തിൻ്റെ നമ്മളിപ്പോൾ പൂർത്തീകരിച്ച അതാണ് ആദ്യത്തെ സർവീസ് റോഡ്. അവരെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതല്ല ഈ ഒഴിഞ്ഞുകൊടുപ്പിലേക്ക് ആയിരക്കണക്കിന് ആൾ പോകുന്ന തീരദേശ പോകുന്ന റോഡുകളുമായി ബന്ധിപ്പെടുന്ന ഇത് അംഗീകരിപ്പിച്ചു. അതുപോലെ തന്നെ ഈ ഡ്രെയിനേജ് അംഗീകരിപ്പിച്ചു. ഈ പിന്നെ നേരത്തെ പപ്പം പറഞ്ഞ പോലെ നേരത്തെ 2x2 ആദ്യത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ ആവശ്യപ്പെട്ട 2x2 എന്ന് പറഞ്ഞാൽ 2 മീറ്റർ വീതി 2 മീറ്റർ നടന്നു പോകാനും ചെറിയ സ്കൂട്ടർ പോകാനുള്ള വഴിയാണ്. അത് ആവശ്യപ്പെട്ടപ്പോൾ കൃഷ്ണപ്പിള്ള അതുപോലെ ഈ ഭാഗത്തും ഒരു 2x2 കൂടി വേണമെന്ന് വന്നപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഈ NHIൻ്റെ മെമ്പറുകൾ വന്നപ്പോൾ അയാളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി അയാൾ വന്ന് 2 സ്ഥലം നോക്കിയാൽ. വിശദീകരണ യോഗത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കുഞ്ഞാമത അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ പത്മരാജൻ ഐങ്ങോത്ത് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബിൽജക് അബ്ദുള്ള, അബ്ദുൾ റസാഖ് തായലക്കണ്ടി, TV സത്യൻ, M അസ്നാർ, MP ജാഫർ, M കുഞ്ഞികൃഷ്ണൻ, വാർഡ് കൗൺസിലർ ഹസീന റസാഖ്, V ഗോപി, MM നാരായണൻ, ജമാഅത്ത് പ്രസിഡന്റ് CH മൊയ്തീൻ കുഞ്ഞി, വ്യാപാരി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സുലൈമാൻ ബാദുഷ, T കുഞ്ഞികൃഷ്ണൻ, P അഷ്റഫ്, EKK പടന്നക്കാട് എന്നിവർ സംസാരിച്ചു. ഗജാൻജി T മുനീർ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പടന്നക്കാട്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേക്കുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. ദ ഹാപ്പിയസ്റ്റ് ഫാമിലി. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. Glass, plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. ചീമേനി രക്തസാക്ഷി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവും CPM പ്രവർത്തകരാൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് മുൻ ചീമേനി മണ്ഡലം സെക്രട്ടറി KP സുരേന്ദ്രന്റെ 35ാം രക്തസാക്ഷിത്വ ദിനാചരണവും സെപ്റ്റംബർ 28 ഞായറാഴ്ച നടക്കും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി രാവിലെ 10 മണിക്ക് KPCC അംഗം കരിമ്പിൽ കൃഷ്ണന്റെ നേതൃത്വത്തിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. വൈകുന്നേരം 3 മണിക്ക് ചീമേനി മുത്തപ്പൻ വടപ്പുര പരിസരത്ത് നിന്നും പ്രവർത്തകരുടെ പ്രകടനത്തോടെയാണ് പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തുക. ധീരരക്തസാക്ഷികളായ ചീമേനി ശശീന്ദ്രൻ, പിലാന്തോളി കൃഷ്ണൻ, MM ജോസ്, KP സുരേന്ദ്രൻ എന്നിവരുടെ ഓർമ്മകൾ പുതുതലമുറയിലേക്ക് എത്തിക്കുന്നതിൽ പ്രാധാന്യം നൽകുന്ന തരത്തിൽ നിർമ്മിക്കുന്ന രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിന്റെ ശിലാസ്ഥാപനവും അനുസ്മരണ സമ്മേളന ഉദ്ഘാടനവും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA നിർവഹിക്കും. മാധ്യമപ്രവർത്തകരാവില്ല ഇത്രയും കാലം പത്രം തന്നെ വന്നിട്ട് ഈ മാതൃ ബാക്കി കാണുന്ന പത്രമെല്ലാം വന്നപ്പം എത്ര കൊല്ലം നവീകരണ പ്രവർത്തനങ്ങൾ ഈ ദൃശ്യമാധ്യമങ്ങൾ ഓരോ കൊല്ലം കഴിയുമ്പോഴും ഈ മാറ്റം വരും. ഓരോ കൊല്ലം കഴിയുന്നവരും കമ്മിറ്റി മാറും. അതിൽ ഓരോരാളുടെ മാനസികാവസ്ഥ നോക്കിയിട്ടും ആ കമ്മിറ്റിയുടെ അവസ്ഥ നോക്കിയിട്ടും പരിപാടി മാറ്റം വന്നുകൊണ്ടേയിരിക്കും. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് AP സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. KPCC വക്താവ് സന്ദീപ് വാര്യർ മുഖ്യപ്രഭാഷണം നടത്തും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിലെ 17 വാർഡുകളിലും കടുത്ത മത്സരം കോൺഗ്രസ് കാഴ്ചവെക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ KPCC അംഗം കരിമ്പിൽ കൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് AP സുരേന്ദ്രൻ, TV കുഞ്ഞിരാമൻ, K രാഘവൻ, TP ധനേഷ്, TP ശ്രീവത്സൻ, K ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ 18ാമത് വിദ്യാർത്ഥികളുടെ ജൈവ വൈവിധ്യ കോൺഗ്രസും ജില്ലാ മത്സരങ്ങളും നടന്നു. ജൈവ വൈവിധ്യ കാലാവസ്ഥാ വിജ്ഞാന പ്രതിബദ്ധതയുടെ യുവകേരളം എന്ന സന്ദേശവുമായി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ 18ാമത് വിദ്യാർത്ഥികളുടെ ജൈവ വൈവിധ്യ കോൺഗ്രസും ജില്ലാ മത്സരങ്ങളും നടന്നു.
ഭൂമിയിലെ സർവരുടെയും ആവാസ വ്യവസ്ഥയ്ക്ക് ജൈവികത അത്യാവശ്യമാണെന്നും അത് പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനും അവരിലൂടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന്റെയും ഭാഗമായാണ് ജൈവവൈവിധ്യ കോൺഗ്രസ് നടന്നത്. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത 90 വിദ്യാർത്ഥികൾ കോൺഗ്രസിൽ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചാണ് പരിപാടി നടന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. തെരഞ്ഞെടുത്ത് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ജൈവ വൈവിധ്യത്തെ പരിപാലിക്കേണ്ടതിൻ്റെ ആവശ്യം നിങ്ങൾ കൂടുതൽ അടുത്തറിയുകയും അത് താഴെത്തട്ടിലുള്ള നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും അതേപോലെ തന്നെ സമൂഹത്തിനും അത് പകർന്നു കൊടുക്കുക എന്നതുമാണ് നമ്മൾ ഇത്തരത്തിൽ കോൺഗ്രസ് നടത്തുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം ജൈവ വൈവിധ്യത്തെ പരിപാലിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ പരിപാലിക്കാൻ വേണ്ടി കഴിയൂ. ജൈവ വൈവിധ്യ സംരക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ഈ ജൈവ വൈവിധ്യം സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ കഴിയൂ. അതേപോലെ തന്നെ പ്രകൃതി ദുരന്തത്തെ ചെറുക്കാനും അതോടൊപ്പം തന്നെ അതിന് ഒരു പ്രതിരോധ മാർഗം സ്വീകരിക്കാനും കഴിയൂ. കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രതിനിധി PVT ശശികല സംസാരിച്ചു. ആനന്ദൻ പേക്കടം, ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ VM അഖില നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. JCI അലുമിനി ക്ലബ് മേഖല 19 നാഷണൽ ചെയർമാൻ സന്ദർശനം 28. പുതിയ അംഗങ്ങളുടെ ഗ്രാജുവേഷൻ സെറിമണിയും നടക്കും. JCI അലുമിനി ക്ലബ് മേഖല 19 നാഷണൽ ചെയർമാൻ സന്ദർശനവും പുതിയ അംഗങ്ങളുടെ ഗ്രാജുവേഷൻ സെറിമണിയും 28 കാഞ്ഞങ്ങാട് വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതിൽ ഒരു സോണാണ് സോൺ 19 കേരളത്തിലെ വടക്കൻ ജില്ലകളെ ക്രോഡീകരിച്ചുകൊണ്ട് അതിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മാഹി എന്നീ ജില്ലകൾ ഉൾപ്പെടുന്നു. ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടി നമ്മുടെ ദേശീയ ചെയർമാനായ ശ്രീമതി അഞ്ജലി ഗുപ്ത ബത്ര നാളെ നമ്മുടെ സോൺ സന്ദർശിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു യോഗമാണ് ഇന്നിവിടെ വിളിച്ചു വരുന്നത്. അവിടെ സംസ്കൃതത്തോടനുബന്ധിച്ച് നമ്മുടെ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നാളെ റോഡ് സേഫ്റ്റി, ട്രാഫിക് സേഫ്റ്റിയോടനുബന്ധിച്ച് പോലീസുമായി സഹായിച്ച് ബാരിക്കേഡ് നമ്മൾ സംഭാവന ചെയ്യുന്നതാണ്, ഡൊണേഷൻ ചെയ്യുന്നു. കൂടാതെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന, അതായത് പോലീസ്, ഹോംഗാർഡ്, അവർക്ക് വേണ്ട വെയിലിൽ നിന്നും മഴയിൽ നിന്നും രക്ഷ നേടാൻ വേണ്ട വലിയ തരം കുടകൾ JS ഇന്ത്യ അവർക്ക് കൈമാറുകയാണ്. ജില്ലയിലെത്തുന്ന നാഷണൽ ചെയർമാൻ അഞ്ജലി ഗുപ്ത ബത്ര JCI മേഖല 19 വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റോഡ് ബാരിക്കേഡുകളും ട്രാഫിക് പോലീസുകാർക്കുള്ള കുട വിതരണവും നടക്കും. നാഷണൽ ചെയർമാൻ നിർവഹിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ സുരേഷ് നാരായണൻ, ട്രഷറർ M മോഹനൻ മാസ്റ്റർ, പ്രോഗ്രാം കോർഡിനേറ്റർ B മധുസൂദനൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ഉപജില്ലാ ശാസ്ത്രമേളയുടെ ലോഗോ പ്രകാശനം നടന്നു. ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സലീം എടനീർ, KN പ്രഭാകരൻ, PTA പ്രസിഡന്റ് ഗോപിനാഥൻ K, അധ്യാപകരായ സജി PM, പ്രവീൺ കുമാർ, K ശ്രീപതി, ശ്രീകല KC, ദീപ MK, റോഷ്ന R, ശുഭ SS, ആതിര KS, ശിശിര RS എന്നിവർ ആശംസകൾ നേർന്നു. ഹെഡ്മിസ്ട്രസ് ജ്യോതി ലക്ഷ്മി S അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പാൽ P പ്രഭാകരൻ സ്വാഗതവും സുകുമാരൻ K നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് നഗരസഭയിൽ കോടികളുടെ അഴിമതിയെന്ന് പരാതി. നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ മറവിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചതിലാണ് അഴിമതി ആരോപണം. കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. ചട്ടഞ്ചാലിൽ വൻ മയക്കുമരുന്ന് വേട്ട, ഡോക്ടർ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. ബേക്കൽ ഡിവൈഎസ്പിയുടെ ഡാൻസർ സ്ക്വാഡും മേൽപ്പറമ്പ് പോലീസും ചേർന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത്. കേരളം
വ്യാവസായിക സൗഹൃദ സംസ്ഥാനമെന്ന നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. കരിന്തളം തലയെടുക്കത്ത് KCCPL പെട്രോൾ പമ്പ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. 2000-ഓളം LED ബൾബുകൾ നിർമ്മിച്ച് കാസർഗോഡ് പെർഡാല ഗവൺമെന്റ് ഹൈസ്കൂൾ. ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ 9 വാട്ട്സിന്റെ ബൾബുകളാണ് കുട്ടികൾ നിർമ്മിക്കുന്നത്. കൊറഗ ഉന്നതിയിലെ വീടുകളിൽ കുട്ടികൾ സൗജന്യ ബൾബ് വിതരണം നടത്തി. KSRTC കാഞ്ഞങ്ങാട് ഡിപ്പോ വികസനത്തിന്റെ പാതയിൽ. ബാംഗ്ലൂർ സർവീസും പത്തനംതിട്ട സർവീസും പുതുതായി ആരംഭിച്ചു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 2 കാഞ്ഞങ്ങാട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. ഭക്തിയുടെ നിറവിൽ വെള്ളിക്കുന്നത്ത് ഭഗവതിക്കാവിൽ സർവൈശ്വര്യ വിളക്ക് പൂജ. ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെയും നവരാത്രി ആഘോഷത്തിന്റെയും ഭാഗമായാണ് വിളക്ക് പൂജ ഒരുക്കിയത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.